ചേട്ടാ, ഈ സർക്കാർ ഓഫീസുകളുടെ പ്രവൃത്തി ദിവസം നിലവിൽ 6 അതിനി 5 മാറ്റുമോ? 5 പോകുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ മാസം 5 തീയതി ചീഫ് സെക്രട്ടറി വിളിച്ച അപ്പൊ ഇലക്ഷൻ ഒരു എത്രാം യോഗമുണ്ട്. തീയതിയാണ്? അതാണ് വരുന്ന മറ്റൊരു ചോദ്യം. സർക്കാർ ജീവനക്കാർക്ക് നൽകുന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി ഇത് കണക്കാക്കാം. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്ത് നടക്കുമ്പോൾ ഈ മാസം 5 തീയതി തെരഞ്ഞെടുപ്പ് അറിയാം, 9-11 തീയതിയുണ്ട്. 5 തീയതി ചീഫ് സെക്രട്ടറി യോഗം വിളിച്ചുകൊണ്ട് യൂണിയൻ പ്രതിനിധികളെ വിളിച്ച് ചർച്ച പ്രഖ്യാപിച്ചതിന് ശേഷവും അല്ലെങ്കിൽ ഇലക്ഷന്റെ 3 ദിവസം മുമ്പില് ഇത് യോഗത്തിൽ തീരുമാനം എടുക്കാൻ പോവുകയാണ്. അതെ, തീരുമാനം എടുക്കില്ലായിരിക്കും, ചർച്ചയായിരിക്കും. ചർച്ച ആണെങ്കിൽ പോലും അത് ആൾക്ക് പ്രതീക്ഷ കൊടുക്കുന്നതാണല്ലോ. തീരുമാനമെടുക്കും എന്നൊക്കെ ഉള്ള ഒരു ചർച്ച ആണ്. ഇത് ദീർഘകാലമായി സർക്കാർ ജീവനക്കാർ ഉന്നയിക്കുന്ന ഒരു കാര്യമാണ്. സംസ്ഥാന സർക്കാർ അറിയാം, കേന്ദ്ര സർക്കാരിൽ ശനിയാഴ്ച ഇല്ലല്ലോ, വർക്കിംഗ് ഡേ അല്ലല്ലോ. അപ്പോൾ ഇതൊരു വാഗ്ദാനമാണ് ഫലത്തിൽ. ഇത് നേരത്തെ ഇങ്ങനത്തെ ചില നീക്കങ്ങൾ നടന്നത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 2014 അന്ന് ഇതുപോലെ ഒരു ചർച്ച നടന്നിരുന്നു. പക്ഷെ അന്ന് മന്ത്രിസഭയിലെ പല മന്ത്രിമാരും അതിനെ എതിർത്ത് അവർ ശരിയാകില്ല എന്ന് പറഞ്ഞു. കാരണം ഇതിൻ്റെ പോസിറ്റീവായിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ അന്ന് വൈദ്യുതി ലാഭിക്കാം, വെള്ളം ലാഭിക്കാം, അതുപോലെ വാഹനങ്ങൾ, സർക്കാർ വാഹനങ്ങൾ ഉപയോഗിക്കില്ലെന്നൊക്കെയാണ്. കാർ വാഹനങ്ങൾ ഉപയോഗിക്കില്ല, KSRTCയുടെ വരുമാനത്തിൽ ചിലപ്പോൾ ഒരു കുറവ് വരാം, ആ രീതിയിൽ നോക്കുകയാണെന്ന്. അതെ അതെ. പക്ഷെ എന്ത് തന്നെ ആയാലും ഇതൊരു ഇലക്ഷൻ സ്റ്റണ്ടായിട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് പറ്റുള്ളൂ അല്ലേ, ഈ ഒരു സമയത്ത് വന്ന് പറയേണ്ട ആവശ്യമില്ലായിരുന്നു. ഇല്ല, നേരത്തെ തന്നെ ജീവനക്കാരുടെ യൂണിയനുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന് വ്യവസ്ഥയില്ല, കണ്ടീഷൻ വെക്കാൻ പറ്റില്ല. അതായത് പബ്ലിക് ഹോളിഡേസിന്റെ എണ്ണം കുറയ്ക്കുന്നെന്തോ അങ്ങനെ എന്തൊക്കെ കുറെ വ്യവസ്ഥകളുണ്ട് ഇതിന്. ഈ വ്യവസ്ഥകളൊന്നും അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ്. അല്ല, ചുമ്മാ അവരുടെ ലീവിന്റെ എണ്ണം, ക്യാഷ് ലീവിന്റെ എണ്ണം 20 നിന്ന് 15 ആക്കണം. ലീവ് സറണ്ടറിന് എന്തോ പിന്നെ ഇതിന് ഇളവില്ല. കുറെ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ ജോലി സമയം ഇപ്പോൾ ഇത് അനുസരിച്ചാണെങ്കിൽ രാവിലെ 3/4 മണിക്കൂർ മുമ്പ് എല്ലാവരും ജോലി കയറും. ഇപ്പം 10 മണിയാണെങ്കിൽ 9:15 വരണം. വൈകുന്നേരത്തെ 15 മിനിറ്റ് കൂടുതൽ ജോലി ചെയ്യണമെന്നാണ്. പക്ഷെ അപ്പോൾ ഇവർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ 1 മണിക്കൂർ അധികം 5 മണിക്കൂർ കിട്ടുന്നുണ്ട്. എന്നിട്ടാണ് ശനിയാഴ്ച ഇവർ വർക്കിംഗ് ഡേ അല്ല എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ, അഥവാ അങ്ങനെ നടക്കുകയാണെങ്കിൽ ഞാൻ പറയുകയാണ്, ഈ പറയുന്ന പബ്ലിക് ഹോളിഡേസിന്റെ എണ്ണം കുറയ്ക്കേണ്ട കാര്യമില്ല. ഇവരുടെ ലീവ് സറണ്ടറിലോ അല്ലെങ്കിൽ മറ്റ് ലീവിന്റെ കാര്യത്തിലോ ഒന്നും ചെയ്യേണ്ട. കാരണം ജോലി ചെയ്യുന്നവർ അത് ചെയ്യുന്നുണ്ട്, ഇല്ലേ? ജോലി ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാർ, അങ്ങനെയല്ലേ നമുക്ക് പറയാൻ പറ്റും. നമുക്ക് അറിയാം, പലപ്പോഴും നമ്മൾ ഈ വില്ലേജ് ഓഫീസോ നമ്മൾ ഏറ്റവും കീഴ്ഘടകമാണെന്ന് പറയുന്നത് വില്ലേജ് ഓഫീസ്. സത്യം പറഞ്ഞാൽ വില്ലേജ് ഓഫീസ് ജീവനക്കാരെ പോലെ ഇത്രയും ദുരിതം അനുഭവിക്കുന്ന ഒരു ലോകത്തും കാണില്ല. കാരണം അവർ പലപ്പോഴും ഞായറാഴ്ചകളുടെ ജോലി, എൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ ഇറങ്ങിട്ട് പറഞ്ഞ് ജോലി ചെയ്യുന്നവരുണ്ട്. അവർക്ക് ജീവിതത്തിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. പിന്നെ മഴ വന്നാൽ അവർ ഓടണം, എന്താ മറ്റേ വരൾച്ച വന്നാൽ ഫീൽഡിലും കൂടെ ഫീൽഡിൽ പോകണം. അവർ അവിടെ നിന്ന് വിളിച്ച് പറയുള്ളൂ, ഈ വെള്ളപ്പൊക്കം വരുന്നു, ഇന്ന സ്ഥലത്തുള്ള ആളെ മാറ്റി പാർപ്പിക്കാൻ പറയുമ്പോഴേ ഇവന്റെ ബാധ്യതയാണ് പിന്നത്. ഇങ്ങനെ കുറെ വകുപ്പുകളുണ്ട്, അവർ ശരിക്കും നെട്ടോട്ടോടുകയാണ്. അല്ല, കേന്ദ്ര സർക്കാരിലെ പോലെ ഇവിടെ ആഴ്ചയിൽ 5 ദിവസം മതി. പക്ഷേ ഈ വരുന്ന ആളുകൾ കൃത്യസമയത്തിന് ജോലിക്ക് എത്തുന്നുള്ളതും അത് എനിക്ക് തോന്നുന്നത് 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്താണോ സംശയമുണ്ട്. അന്നും ഇങ്ങനെ നിർദ്ദേശം വന്നപ്പോൾ അന്ന് ചീഫ് സെക്രട്ടറി ആയിരുന്ന VP ജോയ്, പിണറായി സർക്കാരാണോ സംശയം ഉമ്മൻചാണ്ടി, ഏതായാലും അദ്ദേഹം പറഞ്ഞു പഞ്ചിങ് സംവിധാനം. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ചീഫ് സെക്രട്ടറി ആയിരുന്ന VP ജോയ് പറഞ്ഞ് പഞ്ചിങ് സംവിധാനം പെർഫെക്റ്റ് ആയിട്ട് അത് സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കിയിട്ട് ഇത് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തീർച്ചയായിട്ടും. വന്നിട്ട് ഇപ്പൊ നിൽക്കുന്ന സെക്രട്ടേറിയറ്റ് പഞ്ചിങ് ഉണ്ടെന്ന് തോന്നുന്നു. പല സ്ഥലങ്ങളിലും സർക്കാർ ഓഫീസുകളിലൊക്കെ പഞ്ചിങ് ഉണ്ട്. പക്ഷേ എന്നാലും അല്ല, ജോലി ചെയ്യുന്നവരെ ജോലി ചെയ്യുന്നുള്ളൂ. ഇതിനിടയിൽ ഇപ്പൊ 2 ദിവസം കിട്ടിക്കഴിഞ്ഞാൽ അതും രാഷ്ട്രീയം വളർത്താനും സംഘടന വളർത്താനും ഒക്കെ ഇപ്പൊ ഈ പറയുന്ന നേതാക്കൾ തന്നെ അവർ അത്തരം കാര്യങ്ങൾക്കായിരിക്കും കൂടുതൽ സമയം വിനിയോഗിക്കുന്നത്. അതേപോലെ പക്ഷേ വേറൊരു കാര്യം ഞാൻ പറയാം. ഇപ്പം നമ്മുടെ സമൂഹത്തിലെ ഒരു അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് കുടുംബമാണ്. കുടുംബ ബന്ധങ്ങളൊന്ന് ഊഷ്മളമാക്കാനും കുട്ടികളുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കാനും, ഇപ്പൊ സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ 5 ദിവസമാണ് കിട്ടുന്നെങ്കിൽ ഒരു സ്ത്രീ ഒരു വീട്ടിൽ നിന്ന് ജോലിക്ക് പോകുന്നു. ആ 2 ദിവസങ്ങൾ കിട്ടുമ്പോൾ രാവിലെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അവർക്ക് മൾട്ടിപ്പിൾ ജോലികളാണ്. നേരത്തെ നമ്മൾ സംസാരിച്ചത് കുടുംബകാര്യങ്ങളുണ്ട്. ഈ ഒരേപോലെ ജോലിക്ക് പോകുന്ന ഭർത്താവിനും അദ്ദേഹത്തിന്റെ കാര്യങ്ങളെല്ലാം നോക്കി ഇപ്പോഴും മിക്കവാറും എല്ലാ ഫാമിലികളിലും അങ്ങനെയൊക്കെ തന്നെയാണ് നടക്കുന്നത്. കുട്ടികളുടെ കാര്യമുണ്ട്, കുട്ടികളുടെ ഉത്തരവാദിത്വമുണ്ട്, അവരുടെ ട്യൂഷനായി, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസായി. ഇതിനിടയിൽ ഈ പോകുന്ന സ്ത്രീ മറന്നു വെച്ച കുറെ കാര്യങ്ങൾ കാണും ജീവിതത്തിന്റെ. വായിക്കാനും എഴുതാനും യാത്ര ചെയ്യാനും ആടാനും പാടാനും ഒക്കെ ഉള്ള കുറെ ഇഷ്ടങ്ങളുണ്ടായിരിക്കും അവരുടെ. അപ്പൊ അതിനൊക്കെ വേണമെങ്കിൽ ഒരു പക്ഷേ ഒരു 2 മണിക്കൂറോ ഒക്കെ അധ്യാപകർക്ക് ശനിയാഴ്ച ഞായർ അവധിയായതുകൊണ്ട് അവർക്ക് അതിനുള്ള ഒരു ഗുണം കിട്ടുന്നുണ്ട്. ശനിയും ഞായറും എങ്കിലും പല ശനിയാഴ്ചയും വർക്കിംഗ് ഡേ ആണ് ടീച്ചേഴ്സിന്. വർക്കിംഗ് ഡേ ആണ് അവരുടെ മീറ്റിങ്ങുകൾ, ക്ലസ്റ്റർ മീറ്റിംഗ്, അല്ലെങ്കിൽ ഇല്ല. അത് കേന്ദ്രീയ വിദ്യാലയത്തിലാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട, പണിയോട് പണിയാണ്. അപ്പൊ അതുകൊണ്ട് അതിന് സൺഡേ മാത്രം ഒരു അവധി കിട്ടിയിട്ടും കഥയൊന്നുമില്ല, അത്രയും വർക്ക് ലോഡാണ്. അപ്പൊ ഈ പറയുന്നത് പോലെ ഇങ്ങനെ ചെയ്യുമ്പോഴേ അവിടെ ഒരു പ്രിവിലേജ് ഉണ്ട് കേട്ടോ.
ഈ എത്ര പുരുഷന്മാർ ഈ 2 ദിവസം കുടുംബത്തിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നുള്ളതാണ്. ഇപ്പോൾ ഈ നെഗറ്റീവ് സൈഡൊക്കെ ഉള്ളവരാണെങ്കിൽ സുഹൃത്തുക്കളോടൊക്കെ ഒപ്പം പോവുകയും ലഹരിയൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവർക്ക് അത് കൂടുതൽ അതിനുള്ളൊരു സ്പേസ് കിട്ടുകയാണ് ചെയ്യുന്നത്. സ്ത്രീകളെ സംബന്ധിച്ച് അതല്ല, വീടും കുടുംബവും കുട്ടികളും ഒക്കെ ആയിട്ട് ഇപ്പം കുറച്ചുകൂടെ ചുമതലകൾ സമയം കിട്ടും അവർക്കത് ചെയ്യാമെങ്കിലും ഈ ഉള്ളവർ ചിലപ്പോൾ മദ്യപിച്ച് ഒക്കെ വരുന്നവരാണെങ്കിൽ അവർക്ക് ഒരു ദിവസം കൂടെ വീട്ടിൽ അതിനുള്ളൊരു സ്പേസ് ആയിരിക്കും വരുന്നത്. അപ്പം അങ്ങനെ ഒരു നെഗറ്റീവ് സൈഡും കൂടി അതിനകത്ത് വരുന്നത്. പിന്നെ ഈ കറണ്ട് വെള്ളം അല്ലെങ്കിൽ സർക്കാർ വാഹനം ഒക്കെ ഉപയോഗം കുറയ്ക്കാന്ന് പറയുമ്പോൾ ഓക്കെ, സർക്കാർ ഓഫീസ് തുറന്നില്ലെങ്കിൽ കറണ്ടും വെളിച്ചവും ഇല്ല. പക്ഷേ സർക്കാർ വാഹനത്തെ ദുരുപയോഗം എങ്ങനെ തടയാൻ പറ്റും? അവധി ദിവസങ്ങളിൽ നോക്ക്, കുടുംബത്തോടുകൂടി തലങ്ങ വിലങ്ങും ഗവൺമെന്റ് ഓഫ് കേരള എന്ന് ബോർഡ് വെച്ച കാർ, കേന്ദ്ര സർക്കാർ കാറിൽ അങ്ങനെ ഓടാറില്ല. ഗവൺമെന്റ് ഓഫ് കേരള എന്ന് ബോർഡ് വെച്ച കാർ നമ്മൾ ഒരു അവധി ദിവസം ഏതെങ്കിലും ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ അല്ലെങ്കിൽ ചെന്ന് നോക്കുക, വെള്ളം കിടക്കുന്ന സർക്കാർ ഗസ്റ്റ് ഹൗസ് ചെന്ന് നോക്കുക, എല്ലാ കുടുംബത്തോടെ ഈ വാഹനത്തിൽ വന്നൊക്കെ ആയിരിക്കും. സർക്കാർ വാഹനങ്ങളുടെ ദുരുപയോഗം തടയാനും കൂടെ അടിയന്തരമായിട്ട് എന്തെങ്കിലും ചെയ്യണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിപ്പോൾ ഇവർ ശനിയാഴ്ച ഞായറാഴ്ച അവധി വെച്ചാലില്ലെങ്കിലും അപ്പോൾ ഇത് ഈ നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇവിടെ നമ്മൾ അടിസ്ഥാനപരമായ ഒരു കാര്യം ചെയ്യില്ല. അതാണ് നമ്മളിപ്പോൾ ഒരു ജോലി ഉണ്ടെങ്കിൽ സിൻസിയർ ആയിട്ട് അവിടെ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് വ്യക്തിപരമായി എന്ത് നേട്ടം എന്നുള്ളതാണ് പലരും ചിന്തിക്കുന്നത്. ഈ പോകുന്ന സ്ഥാപനത്തിനോടോ ഇരിക്കുന്ന ജോലി, ഇപ്പോൾ ഗവൺമെന്റ് ജോലിയാണെങ്കിൽ നമുക്ക് അവിടെ ഇരുന്ന് ജനങ്ങളെ സേവിക്കുന്നു, ജനങ്ങളുടെ ഇത്ര കാര്യങ്ങൾ നമ്മൾ നോക്കണം. എത്രയോ പേര് വന്ന് കരഞ്ഞു പറഞ്ഞ് ആ സീറ്റിൽ ആളില്ല, ഇപ്പോഴും അതിനൊന്നും വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല, സംഭവിക്കുന്നില്ല. അല്ല, നമ്മൾ തന്നെ അറിയാം, ഇപ്പോൾ ഈ വില്ലേജ് ഓഫീസിൽ തന്നെ ആൾ വരുമാന സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ്, വളരെ സമൂഹത്തിൽ ഏറ്റവും സാമ്പത്തിക ബുദ്ധിമുട്ട് പിന്നോക്ക അവസ്ഥയിൽ ആൾക്കാരുടെ വരുന്നത്. അതിപ്പോ ഈ ഡിജിറ്റൽ കേരള എന്ന് പറഞ്ഞു, നമ്മൾ അക്ഷയ സെന്റർ വഴി ഓരോ കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞു. ഇപ്പം എനിക്കൊക്കെ ഇപ്പോൾ ഒരു അനുഭവം കൂടി ഉണ്ടായിട്ടുള്ളതാണ്. ഒരു വീട് പണി കഴിഞ്ഞിട്ട് വീടിന്റെ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതുപോലെ പല കാര്യത്തിലും നമ്മൾ പണ്ടത്തെക്കാൾ കൂടുതൽ കയറി ഇറങ്ങി എത്ര ഡിജിറ്റൽ എന്ന് പറഞ്ഞാലും ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിനൊക്കെ ഒരു അറുതി വന്നേ പറ്റുള്ളൂ. പക്ഷേ അത് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ അറ്റസ്റ്റ് ചെയ്യുക, ഗസറ്റഡ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്യുക. ഇതുപോലെ ഒരു നോൺസെൻസ് വേറെയുണ്ട്. ഈ നമ്മളെ പഠിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛന് സർക്കാർ ജോലി ഉണ്ടായിരുന്നതുകൊണ്ട് അത് എളുപ്പത്തിന് അവിടെ കൊണ്ട് അവർക്ക് ഒപ്പിടിക്കായിരുന്നു ആരെങ്കിലും കൊണ്ട്. പക്ഷെ അങ്ങനെ അല്ലാത്തവർ എന്ത് ചെയ്യും? ഈ അവരെന്ത് അടിസ്ഥാന ധൈര്യത്തിൽ അവർ ഒപ്പിട്ട് കൊടുക്കും. ഇതിൻ്റെ ഈ കൊണ്ടുകൊടുക്കുന്ന സാധനത്തിൻ്റെ ഓതൻറ്റിസിറ്റി അവരെ വിശ്വസിക്കും. സെൽഫ് അറ്റസ്റ്റ് ചെയ്യാനുള്ള ഏർപ്പാടാക്കണം. അതാണ് ഏറ്റവും നല്ലത്. അവരുടെ ഉത്തരവാദിത്തമാണല്ലോ, അത് കുഴപ്പമില്ല, അവനെ പിടിക്കും. അപ്പം നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഈ 5 ദിവസം വർക്കിംഗ് 2 ദിവസം അവധി എന്നുള്ളത് മാത്രമല്ല, നമ്മളിത് വിപുലമായി പുനഃസംഘടിപ്പിക്കണം. ഈ പണ്ട് ബ്രിട്ടീഷുകാരൻ തുടങ്ങി വെച്ച രീതികളുണ്ടല്ലോ, അത് ആദ്യം അങ്ങോട്ട് മാറ്റിമറിക്കണം. എന്നിട്ട് വേണം ഈ അവധിയും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ അവർ. അതുപോലെ ഈ ഓരോ സീറ്റിലും രാവിലെ സൈൻ ചെയ്യുന്നവർ കൃത്യമായിട്ട് ആ സീറ്റിൽ തന്നെ ഉണ്ടോ എന്നുള്ളത് ഉച്ചവരെയും അതിനുശേഷം വൈകുന്നേരം പോകുമ്പോഴും അതുപോലെ തന്നെ. എല്ലാവരും അങ്ങനെയൊന്നും അല്ല. ഇപ്പൊ പഞ്ചിങ് ഉണ്ടെങ്കിൽ എത്ര പേര് ആ സീറ്റിൽ നിന്ന് ജോലി ചെയ്യുന്നുണ്ട്. പണ്ട് ഏതോ ഒരു സാഹിത്യകാരൻ എഴുതിയിട്ടുണ്ട്, അതാരും ഞാൻ മറന്നു. അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഒരാൾ ജോലി ഉണ്ടായിരുന്നു. ഏതാണോ സാറേ ആളില്ല കസേരകൾ? അതല്ല, അത് ചെമ്മന സാറിന്റെ കവിത, അതല്ല, വേറെ ആരും എഴുതിയിരുന്നതാണ്. അവർക്കൊരു ദിവസം ഉണ്ടായിരുന്നു, മേലുദ്യോഗസ്ഥൻ. ഇയാൾ ജൂനിയർ ആയിരുന്ന കാലത്താണ്. അദ്ദേഹം ഓഫീസിൽ വന്ന് കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിന് കാണില്ല. അദ്ദേഹത്തിൻ്റെ മുകളിൽ ഫാൻ കറങ്ങുന്നു, കണ്ണട മേശപ്പുറത്തുണ്ട്, പേന അവിടെ ഇരിപ്പുണ്ട്, എല്ലാം ഉണ്ട്. ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ കളയ്ക്കാനോ മറ്റോ പണിക്ക് പോകണമാണ്. സ്വന്തം വീട് അടുത്താണ്, പുള്ളിയെ പോവും. പക്ഷെ വരുന്ന ആളിന് ഏത് നിമിഷം പ്രതീക്ഷയാണ്. കാരണം ഈ മുകളിൽ ഫാനും കണ്ണടയും എല്ലാം അവിടെ ഇരിപ്പുണ്ടല്ലോ. അപ്പോൾ അത് ഏത് നിമിഷം വരും എന്നുള്ള പക്ഷേ ഈ ഒരു അവസ്ഥ മാറിയാട്ടോ ഇപ്പോഴും. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അങ്ങനെയൊന്നും അല്ല. പുതിയ തലമുറ ചെറുപ്പക്കാരും അവർ എനിക്കൊരു പറഞ്ഞ പോലെ എനിക്കൊരു പേഴ്സണൽ അനുഭവം ഉണ്ടായത്. ഒരിക്കൽ എൻ്റെ വീട് നെടുമങ്ങാടാണല്ലോ, അപ്പോൾ അവിടെ ഉഴമലയ്ക്കൽ വില്ലേജ് ഓഫീസുണ്ട്. ആ വില്ലേജ് ഓഫീസിൽ ഞാനൊരിക്കലും എൻ്റെ ഒരു പ്രോപ്പർട്ടി കാര്യത്തിന് വേണ്ടി ചെന്നപ്പോൾ അവരെത്ര ഭംഗിയായിട്ട്, എല്ലാ ചെറുപ്പക്കാരാണ്, ഒരു പുതിയ തലമുറയിൽപ്പെട്ടവരാണ്. അവരെല്ലാ കാര്യം ചെയ്യും. നമ്മളെ ഇരുത്തി മെനക്കെടുത്തിക്കോ ഒന്നുമില്ല, എല്ലാ കാര്യവും അവർ ശരിയായി എത്തുന്നു. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ മനസ്സ് വിചാരിച്ചത് ഇന്ന് കാലം അത്ര മാറിപ്പോയി, എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ്, വേറെ ഫയൽ തപ്പേണ്ട കാര്യം ഒന്നുമില്ല. പക്ഷെ അതുപോലും നമ്മളെ കൂടെ ചെയ്യിപ്പിക്കുന്നവരുണ്ടെന്നേ, ഇത് നോക്കാതെ. അതുണ്ട്, അങ്ങനെയുള്ളവരും ഇപ്പോഴും അതുണ്ട്. അപ്പോൾ ഈ നമ്മുടെ സർക്കാർ സംവിധാനം ആദ്യം മെച്ചപ്പെടുത്തണം. മെച്ചപ്പെടുത്തിയിട്ട് വേണം ഈ അവധി മോണിറ്റൈസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനായിട്ട്, നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടൊരു സംവിധാനം തീർച്ചയായിട്ടും വേണം എന്നുള്ളതാണ്. പക്ഷേ ഇപ്പൊ ഈ നടക്കാൻ പോകുന്ന ഈ പരിപാടി എന്ന് പറയുന്നത്, ഈ 5-ാം തീയതി നടക്കാൻ പോകുന്ന ചർച്ച, ഒരു സംശയം വേണ്ട, ഇത് വോട്ട് പിടിക്കാനുള്ളതാണ്. ആൾക്കാരുടെ ഇടയിൽ ഒരു ചിന്താക്കുഴപ്പമുണ്ടായിരിക്കും. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് പ്രതീക്ഷ കൊടുക്കും 5-ാം തീയതിയല്ലേ, അന്ന് തീരെ നടക്കണമെന്നില്ലല്ലോ, അന്നൊരു മീറ്റിംഗ് നടത്തും. അങ്ങനെ ഒരു മീറ്റിംഗ് നടത്തുന്നതിന്റെ സാധ്യത പോലും നമ്മൾ ചോദ്യം ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ അത് പ്രതിപക്ഷ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരെ അറിയിക്കേണ്ടതാണ്. പറയുന്ന പോലെ വനിതാ ജീവനക്കാരൊക്കെ കുറച്ച് കൂടുതൽ പ്രതീക്ഷിച്ചിരിക്കും. അവർക്കാണല്ലോ ഇതിനെക്കുറിച്ച് ആരും ഇത് ഒന്നുകൂടെ ഒക്കെ ഒന്ന് ചിന്തിക്കേണ്ടത്. എത്രമാത്രം ശരിയായ ഒരു സമയത്താണ് ഇത്. എന്നാൽ ഒരു വർഷം മുമ്പോ, ഒരു 6 മാസം മുമ്പോ ഒക്കെ അവർ ഇതിനെ പറ്റി തുടങ്ങി, പിന്നെ നമുക്ക് പറയാൻ പറ്റും. അതാണ് അതിന്റെ കാര്യം. നോക്ക്, ഇത്രയേറെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇവിടെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ നിൽക്കുന്ന സമയത്താണ് ഈ ഒരു പരിപാടി ഇമാതിരി ചർച്ച നടത്തുന്നത്. ഇത് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാനപരമായി എന്ത് മണ്ടത്തനാണ് കാണിക്കുന്നത് എന്നുള്ളതാണ്. ചിലർ അങ്ങനെയാണ്, ജനങ്ങൾ വിശ്വസിക്കില്ല എന്ന് തോന്നിയാൽ അത് ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുക. ഇത് നിങ്ങൾ വിശ്വസിക്കണം, ഇങ്ങനെയാണ്, ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് സിനിമ പറയില്ല. അതുപോലെ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞാൽ അതാണ് അവസ്ഥ.
അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലെ ഈ മൊത്തത്തിലുള്ള ഈ ഒരു ഉദ്യോഗസ്ഥ തലത്തിലെ എല്ലാ കാര്യങ്ങളും കൃത്യം പുനഃസംഘടിപ്പിച്ചതിന് ശേഷമാണ് ഇത് കൊണ്ട് ഇത് അതിൻ്റെ ഒരു ഭാഗമാക്കുന്നത് തെറ്റൊന്നുമില്ല. പക്ഷേ എല്ലാ കാര്യവും പെർഫെക്റ്റ് ആക്കാൻ നമുക്ക് പൂർണ്ണമായി കഴിഞ്ഞില്ലെങ്കിൽ പോലും കുറേയെങ്കിലും ഇത് പെർഫെക്റ്റ് ആക്കിയിട്ട് വേണം ഈ പരിപാടിക്ക് ഇറങ്ങാൻ. അതല്ലാതെ ഇത് ജനങ്ങളെ സേവിക്കാനാണെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ് വയ്ക്കണം. ഈ കണ്ടീഷൻസ് അംഗീകരിക്കാൻ യൂണിയൻ തയ്യാറാവില്ല. ഒരു കണ്ടീഷനും ഇല്ലാതെ ശരി നിങ്ങളിങ്ങി വന്നോ, ഞങ്ങൾക്ക് അവധി തന്നോ, ഞങ്ങൾ ബാക്കി 2 ദിവസം ഞങ്ങൾ സ്വകാര്യ വീട്ടിരുന്നോളാന്ന് പറയുന്നത് ആയിരിക്കും അവർ ഇഷ്ടപ്പെടുക. ഇനി യൂണിയൻ നേതാക്കളെ സംബന്ധിച്ചും അവർക്ക് ഇതിന് എതിര് നിന്നിട്ട് പിന്നെ കാര്യം നടക്കാതെ പോയാൽ അതിൻ്റെ പഴി കയറി കേൾക്കേണ്ടി വരും. അതല്ല ഇത് ഇവർ പറഞ്ഞാലും സമ്മതിച്ചു കൊടുക്കാൻ സർക്കാർ പറഞ്ഞാലും സമ്മതിക്കുകയാണെങ്കിൽ അതിനും അവർ പഴി കേൾക്കേണ്ടി വരും. ഇതിപ്പോ മുന്നോട്ട് വെച്ച ഏതെങ്കിലും സംഘടനയാണെന്നുണ്ടെങ്കിൽ അവർ ഒറ്റപ്പെട്ടു പോവുകയുള്ളൂ. അത്രേ ഉള്ളത്തുള്ളൂ. അപ്പോൾ അത് പലപ്പോഴും സംഭവിക്കാറുള്ളത് ഭരണകക്ഷി യൂണിയനുകൾ സർക്കാർ അനുകൂലം നിലപാട് സ്വീകരിക്കും. പക്ഷേ ഇവിടെ അങ്ങനെ സംഭവിക്കില്ല. എനിക്ക് തോന്നുന്നില്ല ഇത് നടപ്പിലാകുമെന്ന്. എനിക്ക് വലിയ പ്രതീക്ഷ ഇപ്പോഴും ഇല്ല എന്ന് വേണം പറയാൻ. അങ്ങനെ ചെയ്യില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ തോന്നുന്നത്. കാരണം ഇതൊരു ദുരുദ്ദേശത്തോടു കൂടി മാത്രമാണ് ഈ സമയത്ത് ഇത് വന്നത് തന്നെ. ആൾക്കാർക്ക് ചിന്താശേഷിയൊക്കെ ഉണ്ട്. ഈ ഇലക്ഷൻ നടത്തുന്ന ഇലക്ഷൻ പ്രോസസ്സ് നടക്കുന്ന ആ ഇലക്ഷൻ്റെ തിരഞ്ഞെടുപ്പിന് ഒരു 5-ാം തീയതി എന്ന് പറയുമ്പോൾ പിന്നെ 3 ദിവസമേ ബാക്കിയുള്ളൂ. 9-ാം തീയതി തിരഞ്ഞെടുപ്പാണ്, 11-ാം തീയതി തിരഞ്ഞെടുപ്പാണ്. ഈ ഒരു സന്ദർഭത്തിൽ ഇത്തരം തീരുമാനം കൊണ്ടുവരുന്നത് സർക്കാർ ജീവനക്കാരെ വലവീശി പിടിക്കാൻ വേണ്ടി തന്നെയാണ്. അവർക്കുള്ള പ്രതീക്ഷ കൊടുക്കുന്നു. നമുക്കറിയാം നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളിൽ ഏറ്റവും അധികം യൂണിയനുള്ള NGO യൂണിയൻ തന്നെയാണ്. ഇടതുപക്ഷ ജീവനക്കാരുടെ യൂണിയനാണ് ഏറ്റവും ശക്തമായിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ധൈര്യമായിട്ട് പറയാം, കാരണം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്തില്ല, നമുക്ക് നമ്മുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അവരെല്ലാവരും രംഗത്തിറങ്ങും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പും കൂടി ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു വലവീശൽ തെരഞ്ഞെടുപ്പും വരികയാണല്ലോ. അപ്പോൾ ഏതായാലും നമുക്ക് 5-ാം തീയതി ചർച്ചയ്ക്ക് ശേഷം നമുക്ക് കാര്യങ്ങൾ എവിടെ എത്തിയെന്ന് നോക്കാം. സർക്കാർ ഓഫീസുകളൊക്കെ ശനിയും ഞായറും അടഞ്ഞ് കിടക്കുമോ, അത് ശനിയാഴ്ച വീണ്ടും തുറക്കുമോ എന്നുള്ള കാര്യം സെക്കൻഡ് സാറ്റർഡേ അവധി തന്നെയാണല്ലോ നിലവിൽ. ജനങ്ങൾ മനസ്സിലാക്കുമോ എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിലൊരു കാര്യം. നമസ്കാരം.